അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ ഏറ്റവും പുതിയ വഴിത്തിരിവിൽ യുക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി താനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും സമാധാന ചർച്ചകൾക്ക് പ്രതിജ്ഞാബദ്ധരാണെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തി. റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന്റെ മൂന്നാം വാർഷികത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നത്. വെള്ളിയാഴ്ച രാവിലെ 1 മണിക്കൂറിലധികമാണ് പുടിനും ട്രംപുമായുള്ള ഫോൺ സംഭാഷണം നീണ്ടുനിന്നത്. സമാധാനത്തിലേക്കുള്ള ചുവടുവയ്പ്പിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇരുവരുടെയും സംഭാഷണം തുടർന്നത്. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായും ട്രംപ് സംസാരിച്ചു. എന്നിരുന്നാലും ചർച്ചകളിൽ യുക്രൈന്റെ പങ്കിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ട്രംപും നെതന്യാഹുവും രഹസ്യമാക്കി വച്ചിരിക്കുകയാണ്. സെലൻസ്കി ട്രംപുമായുള്ള കോളിനിടെ അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിനെ അർത്ഥവത്തായതെന്നാണ് സെലൻസ്കി വിശേഷിപ്പിച്ചത്. സമാധാനത്തിനായി സമ്മർദ്ദം ചെലുത്താൻ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും സംയുക്ത ശക്തിയെക്കുറിച്ച് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് നയതന്ത്രം മുതൽ സൈനിക തന്ത്രം വരെയുള്ള സംഘർഷത്തിന്റെ വിവിധ മാനങ്ങളെക്കുറിച്ചും സെലൻസ്കി ട്രംപുമായി ചർച്ച ചെയ്തു. ബ്രസൽസിൽ നടന്ന നാറ്റോ യോഗത്തിൽ യുഎസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് യുക്രൈൻ നേരിടേണ്ടി വരുന്ന കഠിനമായ യാഥാർത്ഥ്യങ്ങൾ തുറന്നുകാട്ടി. പ്രാദേശിക ഇളവുകൾ നൽകുന്നതിനെക്കുറിച്ച് അദ്ദേഹം സൂചന നൽകുകയും ചെയ്തു. യുക്രൈനിനുള്ള നാറ്റോ അംഗത്വം അപ്രായോഗിക ലക്ഷ്യമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. യുക്രൈനിനുള്ള ഏതൊരു സുരക്ഷാ ഉറപ്പും യൂറോപ്പും മറ്റ് യുഎസ് ഇതര സേനകളുടെ പിന്തുണയോടെ മാത്രമേ സാധ്യമാകൂ എന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. പുടിനുമായി മോസ്കോയിൽ സന്ദർശനം നടത്താതെ സൗദി അറേബ്യയിൽ സൗദി കിരീടാവകാശിയുടെ സാന്നിധ്യത്തിൽ നേരിട്ട് കൂടിക്കാഴ്ച നടത്തുമെന്ന് ട്രംപ് സൂചന നൽകി. റഷ്യയ്ക്ക് അനുകൂലമായി അമേരിക്ക നിർദ്ദേശിച്ച വിട്ടുവീഴ്ചകൾ റഷ്യയെ വളരെയധികം സ്വാധീനിച്ചുവെന്ന് തന്നെ പറയാം. മുൻ ഭരണകൂടങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി പുടിനോടുള്ള ട്രംപിന്റെ ബഹുമാനപൂർവമായ സമീപനം റഷ്യൻ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും പ്രശംസിച്ചു. സംഘർഷത്താൽ വലയം ചെയ്യപ്പെട്ട ഒരു മേഖലയിലെ അധികാര സന്തുലിതാവസ്ഥയും നയതന്ത്രവും സമാധാനത്തിനായുള്ള പരിഹാരങ്ങൾ എന്നിവ ലോകം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. മുന്നോട്ടുള്ള പാത വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കെ ട്രംപുമായുള്ള ചർച്ചകൾ കിഴക്കൻ യൂറോപ്പിന്റെ ഭൗമരാഷ്ട്രീയ ഭൂപ്രകൃതിയെ എങ്ങനെ പുനർനിർമ്മിക്കുമെന്ന് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്.